നമ്മളൊക്കെ തൊഴിലാളികളല്ലേ, തൊഴിൽ നഷ്ടപ്പെടുന്ന സംവിധാനം നമ്മൾ ചെയ്യോ? ശിക്ഷ മാത്രം ഇത് ചാനലാണ്, ലൈവായിട്ട് പോകുന്ന സംഭവമാണ്. നിങ്ങൾക്ക് ഷോ കാണിക്കാനോ എനിക്ക് ഷോ കാണിക്കാനുള്ള വേദി അല്ല ഇത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ കുറെ മാസങ്ങളായിട്ട് ഈ പ്രശ്നമുള്ള നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം എന്നുള്ളതാണ്. ഈ നമ്മളാരും ഈ പരിസരത്ത് താമസിക്കുന്നവരല്ല. നമ്മളാര് പറട്ടെ, ഈ പരിസരത്ത് ദുരിതം അനുഭവിക്കുന്നവരല്ല, ഈ നിൽക്കുന്ന ജനങ്ങളാണ് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത്. നമ്മൾ വന്ന് കണ്ടുപോകുന്ന ഭാഗമേള ഞാൻ പറഞ്ഞു തീർന്നിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പം നമ്മൾ ഇവരോട് പറഞ്ഞത് ഒരു 6 മാസത്തെ സമയം തരും, നിങ്ങൾ ഇത് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുക. കാരണം ജനങ്ങൾ തിങ്ങി പാർക്കുന്നതിന് ആൾക്കാർക്ക് രോഗമാണ്, അപ്പുറത്തൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്. ഈ ദുരിതം എല്ലാം പറഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് മാഡം ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാം. അവർ ഉറപ്പ് തന്നിട്ടുണ്ട് രാമേന്ദ്രക്കാരൻ, ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാം, ഞങ്ങൾ സ്ഥലം നോക്കി വെമ്പായി തരുന്നുണ്ട്, കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അതിന് അപ്പോഴും തന്നെ പറഞ്ഞു ഇതിനൊരു സംവിധാനം, ഈ വേസ്റ്റ് 11 മാസം വേസ്റ്റ് വെള്ളം പോടേണ്ട ഒരു പരിഹാരം കാണുന്നത്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് കാണിച്ചത് ഞങ്ങൾ അത് ഇങ്ങോട്ട് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം മൊത്തം കേൾക്കണം, ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് മാഡം. തൽക്കാലം അതിനൊരു പരിഹാരമായിട്ടുണ്ട്, ഞങ്ങൾ എന്നാലും ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് മുന്നോട്ട് പോകുന്ന വഴിക്കാണ് കഴിഞ്ഞ മാസം വീണ്ടും ഈ ദുരിതം നാറ്റം കൊണ്ട് മഴ പെയ്തപ്പോൾ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാകുന്നത്. അന്ന് ഞാൻ ഇവിടെ വന്ന് ഇവരോട് പറഞ്ഞു ഇത് പ്രശ്നമാണ്, നിങ്ങൾ പെട്ടെന്ന് മാറ്റണം. ഒരാഴ്ചത്തെ സമയം ചോദിച്ചു. എന്തിനാണെന്ന് പറയുമ്പോൾ ഗോഡൗണിലൊന്നും ഞാൻ കളിക്കാനല്ല, ഈ ഫുഡ് ഉണ്ടാക്കുന്ന രാമചന്ദ്രയിലെ സ്റ്റാഫുകൾക്ക് ഉണ്ടാക്കുന്ന ഫുഡ് ഇവിടെ ഇന്നും ഉണ്ടാക്കാൻ പാടില്ല, സാമ്പാറും ചോറും തോരനൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. അത് പറയുമ്പോൾ എൻ്റെ കൂടെ ഹെൽത്ത് ഇൻസ്പെക്ടർ വരുന്നു, ഞങ്ങൾ ഉടനെ മാറ്റാമെന്ന് പറയുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് രാത്രി ഒരു കോൾ വരുന്നു, ഇവിടെ ഉണ്ടല്ലോ പത്തഹൊക്കെ ഉണ്ടല്ലോ, ഒരു കോൾ വരുന്നു. ഞാൻ ചോദിച്ചു അവിടെ ആരൊക്കെ ഉണ്ട്? അത് ഇന്ന ആൾക്കാരുണ്ട്, നിയാസുണ്ട്, നിയാസാവിൻ്റെ നമ്പർ എൻ്റെ ഇല്ല, 10 ആൾക്കാരുണ്ട്. ഞാൻ വിളിച്ചിട്ട് എന്താണ് അവിടെ വിഷയം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കിടക്കാൻ വേ. ശരി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും, നാളെ ഞാൻ വരട്ടെന്ന് പറയുമ്പോൾ ഇവിടെ പൂട്ടിയതോ താക്കോലെടുത്തോണ്ട് പോയതോ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ നാളെ വന്ന് സംസാരിക്കുന്നത്, ഞാൻ നാളെ ഇവിടെ വരുമ്പോൾ പിറ്റേന്ന് വരുമ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവരുമായിട്ട് സംസാരിച്ച് ഒതുക്കിയതായിരിക്കും. ഇന്ന് രാവിലെ തന്നെ അറിയുന്നത്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു അവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ രാമചന്ദ്രൻ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് മാഡം ഇനി ഫുഡ് ഉണ്ടാക്കത്തില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത്, ഇനി ഇവിടെ ഫുഡ് ഉണ്ടാക്കത്തില്ല. ശരി ഗോഡൗണായിട്ട് പ്രവർത്തിച്ചിട്ട് കുറേ തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ നാട്ടിൽ കുറേ പെണ്ണുങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് കിച്ചണിൽ. ആ പെണ്ണുങ്ങളുടെ ജോലി പോണത് കൊണ്ടുള്ള വിഷമം കൊണ്ടല്ല, കൂട്ടിയേ പറ്റുള്ളൂ. ജനങ്ങളാണ് എനിക്ക് വലുത്. ഇവിടെ ഈ പരിസരത്ത് ആകെയുള്ള ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് മാറ്റണമെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു, 7 ദിവസം മാറ്റാമെന്ന് പറഞ്ഞു. മിനങ്ങാൻ ഇവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ ഇനി ആ 7 ദിവസം കാത്തിരിക്കാൻ പറ്റില്ല, നിങ്ങളിവിടെ ഫുഡ് ഉണ്ടാക്കില്ല. അപ്പോൾ എനിക്ക് തന്ന വാക്കെന്ന് പറഞ്ഞാൽ ഇനി ഫുഡ് ഉണ്ടാക്കിയില്ല. അത് ബേക്കറി ഉൾപ്പെടെ ആ ഫുഡിൽ ഉണ്ടാക്കിയില്ല. ശരി ഓക്കെ, ഞാനപ്പോൾ അവരോടെല്ലാം പറഞ്ഞു ഇനി ഉണ്ടാക്കില്ല, നിങ്ങളാരും ബഹളം ഉണ്ടാക്കരുത്. അവർ ഗോഡൗൺ പ്രവർത്തിച്ചോട്ടെ. നിങ്ങൾ തൊഴിലാളി സജീർ സാവനോട് പറഞ്ഞ് ഇങ്ങനെ തന്നെയാണ്, ഗോഡൗണിൽ ഞങ്ങൾ കൈ വെക്കുന്നില്ല, ഗോഡൗൺ അവിടെ പ്രവർത്തിക്കും. ഗോഡൗണിനാണ് നിങ്ങൾക്ക് ഉപജീവനം, അല്ലാതെ കിച്ചണും അല്ല. പറഞ്ഞോട്ടെ നിങ്ങൾ പറഞ്ഞോട്ടെ. അപ്പം അതിനപ്പുറം ഇപ്പം ഇവിടെ വന്ന് ഇത്രയും വിഷയം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇതിനകത്ത് കയറാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഇനി കിച്ചൺ പൂട്ടാനാണ് ഞാൻ, എനിക്ക് ഗോഡൗൺ പൂട്ടേണ്ട അധികാരമില്ല. എന്നെ ഇപ്പം ചാനലുകാർ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാനറിയില്ല, എനിക്കറിയില്ല എന്താണെന്ന്. ജോലിക്കെന്ന് പറഞ്ഞ് ഞങ്ങൾ വരുന്ന സമയത്ത് കുറച്ച് പേരും ക്യാമറാമാനും ഒക്കെ ഉണ്ടായിരുന്നു. അവരങ്ങ് പോയി. ഇവിടെ ഒന്നും വെച്ച് ക്യാമറ അവർ പരിശോധിച്ചാൽ തന്നെ അറിയാം, ഇവിടെ ഒന്നും വെച്ച് തടയൊന്നും ചെയ്തില്ല. ഞാൻ ഒന്ന് അകത്ത് പോയി. പിന്നെയും കയറി വരുന്നതോടെ ഞങ്ങൾ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അവർ പണി തുടങ്ങി, കിച്ചൺ നിർത്തിയിട്ടുണ്ട്, പണി തുടങ്ങി. ഇനിയിപ്പോൾ ഈ ക്യാമറയൊക്കെ വിളിച്ച് ഷോ കാണിക്കേണ്ടതാണ്. എന്തെങ്കിലും ഗുണ്ടായിസം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗുണ്ടായിസമാണെങ്കിൽ നടക്കൂല എന്ന് പറഞ്ഞു. അപ്പോഴാണ് തടയിലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതെ ഗുണ്ടായിസം എന്ന് പറഞ്ഞു. ഗുണ്ടായിസം മാന്യമായി നിനക്ക് എന്ത് പറയാൻ കൊണ്ട് ഗുണ്ടായിസം നിനക്ക് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. നിനക്ക് ഇത് ഗുണ്ടായിസം